തൃശ്ശൂരായിരുന്നു സാറേ, അതാ ലേറ്റായത്. ഇരിക്ക. പാടോ. കഥ കടച്ചേക്ക. ദാ അത് തുറന്നൊരു ഡ്രിങ്ക് എടുത്തതാ, വിസ്കി. ആ, ഞാൻ വന്നേക്കാം. താൻ കഥകിന്റെ പുറത്ത് കാണണം. ഉവ്വ. നിനക്കെടുത്തില്ലേ? ഇല്ല, വേണ്ട. ഈ കിട്ടിയത് പാപത്തിന്റെ ശമ്പളമാണല്ലേ. അത്ര വലിയ പാപമൊന്നും ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. എക്സിസ്റ്റൻസിന് വേണ്ടി ഏത് പൊളിറ്റീഷ്യനും കളിക്കുന്ന ചില ഗെയിംസ്, ചില ക്രൂക്കഡ് മൂവ്സ്, അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരു വലിയ തെറ്റ് അല്ല, തന്തയില്ലായ്മ MC പോൾ കാണിച്ചിട്ടുള്ളത് നിന്റെ അപ്പച്ചനോടാ. അയാളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കോടതി വിറ്റ്നസ് ആയിട്ട് പോയില്ല എന്നുള്ളതാ. ചെയ്തതിന്റെ തൂക്കത്തിലാവില്ലല്ലോ ശിക്ഷ. കർത്താവ് തമ്പുരാന്റെ കോടതിയില് ഇങ്ങനെ ആയിരിക്കും തീർപ്പ്. എന്റെ പെങ്ങള് കൊച്ചമ്മണിയോട് ഞാൻ ആവത് പറഞ്ഞതാ നിന്റെ സാറയുടെയും കെട്ട് നടത്താൻ. അവിടെ മരത്തലയിൽ അത് കയറുകയെന്ന് വെച്ചാ അതൊന്നും പറയേണ്ട സമയമല്ലല്ലോ ഇത്. ബെന്നി വലിയ പ്രതീക്ഷയായിരുന്നു, അതിന് തക്ക പൊട്ടൻഷ്യലും ഉണ്ടായിരുന്നു. ഇത്രയും നാളത്തെ അധ്വാനം മുഴുവൻ ഏൽപ്പിക്കാൻ പോന്നവനായിരുന്നു. അതാ പുറത്ത് ആ കണ്ണാടിക്കൂട്ടിൽ തമ്പാൻ ജോസഫ്. ഞാൻ വെളിയിലോട്ട് വരാം. ഉവ്വ. പ്രോത്സാഹനത്തുണ്ട്. ഇന്ന് തന്നെ പ്രതീക്ഷിച്ചില്ലല്ലോ തമ്പാനെ. അതെന്നാ വർത്തമാന ഫിലിപ്പേ? വിവരം അറിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ ഓടിയെത്താനുള്ള സമയം അതല്ലേ എടുക്കാൻ പാടുള്ളൂ. ഗ്രൂപ്പ് വേറെ, പാർട്ടി വേറെ, അതൊക്കെ അങ്ങനെ കിടക്കും. എന്റെ രാഷ്ട്രീയ ഗുരുനാഥൻ പോൾസാർ തന്നെ, അത് മാറുമോ? ഞാൻ എന്നെ എല്ലാമായെന്ന് വെച്ചാലും എന്റെ അപ്പൻ അറപ്പറ്റ ജോസഫൻ നാന്നേ, അത് മാറിയല്ലോ. ജോണി, ഇതവൻ പറ്റിച്ച പണിയാ ആ ഉമ്മച്ചൻ. എങ്ങനെ ചിന്തിച്ചാലും അതിനാണ് സാധ്യത. കഴിഞ്ഞ തവണ കടുത്തൂരത്തെ നിലനിർത്താൻ ഉമ്മച്ചൻ 50 ലക്ഷം ഇറക്കി എന്നാ കേട്ടത്. അയാൾക്ക് സഹിക്കോ? അതിനൊക്കെ ഗഡ്സ് ഉണ്ടോ ഈ ഉമ്മച്ചന്? MC പോളിന്റെ മകനെ മർഡർ ചെയ്യാനുള്ള? ഐ ഡോണ്ട് തിങ്ക് സോ. പിടി. എന്നിട്ട് കോട്ടയം SP തന്നെ പറ, കൊന്നവനാർ കൊല്ലിച്ചവനാർ. എല്ലാ സംശയങ്ങളും അഭ്യൂഹങ്ങളും നാളെ കൊണ്ട് തീരും. അപ്പൊ ആളെ കിട്ടി? കിട്ടിയോന്ന് ചോദിച്ചാൽ ബെന്നി പോളിന്റെ ജോലിക്കാരൻ കിളവിന് ബോധം വന്നു. അയാളുടെ മൊഴി എടുത്തു എന്ന് പറഞ്ഞാ ഇപ്പോ CI ജോണിയുടെ ഫോൺ വന്നത്. ഒരു പെൺകുട്ടിയാ. പെൺകൊച്ചോ? കോട്ടയം മെഡിക്കൽ കോളേജിലെ സ്റ്റുഡന്റ്. തനിക്കറിയാടോ, തന്റെ സാറയുടെ അപ്പന്റെ എക്സ്ട്രാ സെറ്റപ്പിലുണ്ടായ ഒരു കൊച്ച് ആനി. അതിനെ പിടിച്ചോ? ഇല്ല, അവള് കൊല്ലാൻ ഉപയോഗിച്ച കത്തി അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ബെന്നി പോളിന്റെ രക്തത്തിന്റെ സ്റ്റെയിനുള്ള കത്തി. തെളിവായിട്ട് അതിൽ കൂടുതലൊന്നും ആവശ്യമില്ലല്ലോ.
ഒരു മിനിറ്റ്. എന്നാലും ആ കൊച്ചി എന്നാ പണിയാ കാണിച്ചെന്നേ. അവക്ക് ഈ ചെറുക്കനുമായിട്ട് തന്നെ ഇല്ല സാർ. സാർ ഞാൻ തന്നെ പോകും സാർ. സാർ അറസ്റ്റ് നടന്നോണ്ടാ സാറായി വിളിച്ചൊന്ന് പറഞ്ഞേക്കാന്ന് വെച്ചു. നീങ്ങി. അതെ, കൊച്ചിരിക്കുന്ന സ്ഥലം അറിഞ്ഞു. ആ കോടാലിയച്ചനില്ലേ, സഭയിൽ നിന്ന് പുറത്താക്കിയ റിബൽ ഫാദർ പുലിക്കോട്ടിൽ. ആ പുലി തന്നെ, പുലിയച്ചൻ. ആ. പട്ടയഭൂമി മിച്ചഭൂമി എന്നൊക്കെ പറഞ്ഞ് അയാൾ ഗവൺമെന്റിനെതിരെ ചില്ലറ പൊല്ലാപ്പല്ല ഉണ്ടാക്കുന്നത്. അവിടെ കയറി ആ പെങ്കൊച്ചിനെ ഒന്ന് പൊക്കിയാൽ കൊലപാതക കേസിലെ പ്രതിയെ പ്രൊട്ടക്ട് ചെയ്തു എന്ന് പറഞ്ഞ് അച്ഛനെ ഒന്ന് നാറ്റിക്കാം. അറസ്റ്റ് എന്നാ വൈകുന്നേ? അച്ഛൻ അവിടെ ലോക്കൽ സപ്പോർട്ട് ഭയങ്കര ആടാവി. ആ. സ്ഥലത്തിന്റെ സെൻസിറ്റിവിറ്റി കണക്കിലെടുത്ത് ചില പ്രിക്കോഷൻസ് എടുക്കണം. നാളെ ഉച്ചയോടുകൂടി അറസ്റ്റ് നടക്കും. എന്റെ പൊന്നു മോനെ DK, ഡിപ്പാർട്ട്മെന്റ് രഹസ്യ വെളിയിൽ പോലെ. അതെന്നാണ് അണ്ണൻ അങ്ങനെ പറയുന്നത്? അണ്ണൻ ഡിപ്പാർട്ട്മെന്റ് എന്റെ കൂടെ ഡിപ്പാർട്ട്മെന്റ്. ഒരു 2 എണ്ണം ഇടട്ടെ. അബൂബക്കർ ഒരു വിവരം പറഞ്ഞു. ആനി വെളുപ്പിന് ഇവിടെ കുട്ടിക്കാനത്തിന്. ഇപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങിയ രാജഗോപാലൻ സംശയിക്കും. ആരാ? ദാവീദാന്ന് പറഞ്ഞാൽ മതി, അച്ഛനറിയാം. റവന്യൂ മന്ത്രി വരട്ടടോ. അയാള് വന്നിട്ട് കാര്യങ്ങൾ അയാൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോന്ന്. ഏത് നമ്മൾ പറയുന്നതിലെ നേര് അയാൾക്ക് മനസ്സിലാകുന്നുണ്ടോന്ന് നോക്കാം. ഏത് ഇല്ലെങ്കിൽ ഇടുക്കിയിലെ കളക്ടർ ഓഫീസിന്റെ മുന്നിൽ ഞാൻ നിരാഹാരം കിടക്കും. രാഷ്ട്രീയക്കാരന്റെ ചുമ്മാ തട്ടിപ്പ് നിരാഹാരമല്ല, അവിടെ കിടന്ന് ചാവാൻ തയ്യാറായി തന്നെ കിടക്കും. ഏത് എന്നാ നിങ്ങൾ ചെല്ല്. ഉച്ച കഴിഞ്ഞ് പ്രയർ ഹാളിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് ആലോചിക്കാം. ഏത് എന്നാ വിട്ടോ. എന്നതാടാ ദാവീദേ, നീ നാട്ടിലൊക്കെ തന്നെ ഉണ്ടോ? എവിടെയാ പൊട്ടി പെണ്ണ്? വാ, അവക്കിത് എന്നാത്തിന്റെ കഴപ്പായിരുന്നു? അവള് തന്നെ പറയും. വഴക്ക് പറഞ്ഞ് നീ അതിനെ കരയിപ്പിക്കണ്ട. പാതി ജീവനുള്ളൂ ഇപ്പൊ തന്നെ. എന്നാ പണിയാ മോളി കാണിച്ചേ? കരയല്ലേ, കരയല്ലേ? ഒരുത്തനെ കൊല്ലാൻ ധൈര്യം കാണിച്ചവളാന്നോ നോക്കിക്കിടന്ന് കാർന്നേ? കൂട്ടുകാരോടുള്ള സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലാവും, ആ ട്രാജഡി ഉണ്ടാക്കിയ പെയിനും. പക്ഷെ അതിന്റെ കണക്ക് തീർക്കാൻ ഒരുത്തനെ കൊല്ലാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നീ മറ്റൊന്നും ആലോചിച്ചില്ലേ? നിന്റെ ജീവിതം, നിന്നെ സ്നേഹിക്കുന്ന ചിലരുടെ മുഖം, അതൊന്നും ഓർമ്മ വന്നില്ലേ നിനക്ക്? പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടി അവൻ അർച്ചനെ അറിയുകയല്ലെന്ന് പറഞ്ഞു കേട്ടപ്പോ നടന്ന സത്യം മുഴുവൻ നിഷേധിച്ച് നുണ തന്നെ ഉറക്കം വിളിച്ച് പറയുന്നത് കേട്ടിരുന്നപ്പോ ഞാൻ മറ്റൊന്നും ഓർത്തില്ല. കൊല്ലം തന്നെ തീരുമാനിച്ച ഞാൻ അവന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയത്. അർച്ചനയുടെ കൂട്ടായിട്ട് ഞാൻ അവിടെ പലതവണ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. ഇച്ചായ അവനല്ല അവനെ കൊന്നത്. ആരാ? ഓ കുഞ്ഞ് മുമ്പ് ഇവിടെ വന്നിട്ടില്ലല്ലോ. മെഡിക്കലില് പഠിക്കുന്ന. ചെല്ല് ചെല്ല്, ബെന്നി സാർ മുകളിലിരിപ്പുണ്ട്.
അല്ലടാ. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനേ എനിക്ക് തോന്നിയുള്ളൂ. ഞാൻ കൊന്നിട്ടില്ലെന്ന് ആരോട് പറയണമെന്നും അറിയില്ലായിരുന്നു. ഇവിടേക്ക് പോരാൻ തീരുമാനിച്ചു. അതിനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നിങ്ങനെ വിളിച്ചിരിക്കുക. എത്ര കാലം? പോലീസ് അറിഞ്ഞു കഴിഞ്ഞു. ഇന്ന് അവരിവിടെ എത്തും. നിന്നെ ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുക. കൂട്ടത്തിൽ അതിന്റെ പേരിൽ അച്ഛനെ ഒന്ന് അവമാനിക്കുക. മോളിൽ നിന്നുള്ള ഓർഡർ അതാ. അത് വേണ്ടിച്ചായ ഞാൻ സറണ്ടർ ആകാം. നടന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ പോലീസിൽ പറയാം. വിശ്വസിക്കുകയല്ല. തന്നെയല്ല, നീ തന്നെയാണ് പ്രതിയെന്ന് വരുത്തി തീർക്കാൻ പോലീസിന് താല്പര്യമുണ്ട്. നീ അവിടെ ഉപേക്ഷിച്ച കത്തിയാ പ്രധാന തെളിവ്. അതിൽ ബെന്നിപ്പോളിന്റെ രക്തക്കര കണ്ടതായിട്ട് FIR-ലുണ്ട്. അതിന്റെ അർത്ഥം എന്തുവാ? അവര് തീരുമാനിച്ചു കഴിഞ്ഞു പ്രതിയെ. നിക്കട്ടെ, ഇപ്പൊ ചെന്ന് ചാടി കൊടുക്കണ്ട. അച്ചോ, ഞാൻ ഇവിടെ ഇവിടെ നിന്ന് കൊണ്ടുപോവാ. കുറച്ചാണ് സേഫായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കട്ടെ. ഇവളല്ല കൊന്നതെന്നുള്ള സത്യം തെളിയണം ദാവിദേ. തെളിയണം. തെളിയിച്ചേ മതിയാവും. ഈ പെങ്കൊച്ചിനെ ഞാൻ എങ്ങാണ്ടോ കണ്ട് പരിചയമുണ്ടല്ലോ. അതിന് അമ്മാമ്മച്ചി കുവൈറ്റിൽ പോയിട്ടുണ്ടോ? ഈ കൊച്ചു ജനിച്ചത് നമ്മളെ നോക്കാം അവിടെ ഇല്ലയോ? എവിടെയോ കണ്ടിട്ടുണ്ട്. അതെ, ഈ കൊച്ചിത് എവിടത്തെയാന്നാ? കരിമറ്റത്തെ. അവിടത്തെ റോസാമേലോ നമ്മുടെ പരുത്തിക്കാട്ട് ആൻഡോ ചായം കിട്ടിയിരിക്കുന്നേ. കരിമറ്റത്തെ പെമ്പിളരെന്ന് വെച്ചാൽ ഏതാണ്ടല്ല ഇതുപോലെ ഇരിക്കും. ഈ കണ്ണും മുഖവും ഇതേപോലെ ഇരിക്കുന്ന എത്ര എണ്ണം അവിടെ നിൽക്കുന്നറിയാവോ? അമ്മാമ്മച്ചി വന്നേ, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നേ. കൊച്ചിന്റെ തന്തയും തള്ളയും തമ്മി മുട്ടം വഴക്ക് നടക്കുക. ഇതിന്റെ അവകാശത്തെ ചൊല്ലി അടിയാ. ഇവിടെ അപ്പനൊരു പാവ. തള്ളയുടെ വീട്ടുകാര് കൊച്ചിനെ റാഞ്ചിക്കൊണ്ടു പോകുന്നുള്ള പേടിയിൽ അയാള് ഒരു 2-3 ദിവസം അരമനയിൽ തിരുമേനുമായിട്ട് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്ന അത്ര സമയം ഇവിടെ നിർത്തിയാൽ മതി. ആരും ഒന്ന് ചോദിച്ചാലും കൊച്ചിവിടെയുള്ള കാര്യം പറഞ്ഞേക്കരുത് കേട്ടോ. അമ്മാമ്മച്ചി താണ്ടേ, പോലീസ് വന്ന് ചോദിച്ചാലും കൊച്ചു വിടില്ലെന്ന് പറയാവൂ. പോലീസോ? ആ, പോലീസിന്റെ വേഷമിട്ടൊക്കെ അവന്മാര് വരുവേ. പിന്നെ ഇങ്ങ് വരട്ടെ, ചൂരലെടുക്കും ഞാൻ. അപ്പൊ പറഞ്ഞ പോലെ ഞാനങ്ങ് ഇറങ്ങി വന്നേ. വാടാ. അല്ല, പടത്തില് വന്ന അപ്പ് ഇഷ്ടം കഴിക്കാതെ എങ്ങനെയാ? അതൊരു പതിവാ. നിനക്ക് ഞാൻ പോണ വഴി മട്ടൻ ബിരിയാണി മേടിച്ചു തരാം. വല്ല ഏനക്കേടും ഉണ്ടായാ ഞാൻ വിളിക്കും. നീ സടേന്നിങ്ങ് വന്നേക്കാം. ആ, മടത്തിന്റെ ഉള്ളിൽ ഇതൊന്നും പാടില്ലാത്തതാ. വാ വച്ചേ. പറഞ്ഞ കള്ളവെല്ലാം കേട്ടല്ലോ. ഒന്നും പൊളിച്ചേക്കരുത് എന്റെ പൊന്നു കുഞ്ഞേ. ആ പോയ കന്യാസ്ത്രീ ഉണ്ടല്ലോ, കൊടുവാളിൽ എന്നെ വെട്ടും. അതെനം കടുവായ. നോക്കിയും കണ്ടുമൊക്കെ നിന്നോണം. ഞാൻ പൊക്കോട്ടെ. എന്നാ ചെന്നാട്ടെ. നമസ്കാരം സാർ. നിന്റെ സാറ് തന്നെടാ അപ്പിടാൻ മുട്ടിട്ട് ഓടുവന്നോ? നിന്റെ സാറ് കൊടുത്ത പണീന്റെ ഏതാണ്ട് അപ്പിട്ട പോലെയാ. ചെയ്തേ, നീ വെറുതെ തിങ്ക് ചെയ്യണ്ട. നീ ഏത് കാറിട്ടാലും ഞാൻ അടിക്കോ? ചതിക്കല്ലേ, ഞാൻ ഫുള്ളാ. ഞാൻ പറഞ്ഞില്ലേ, ഫുള്ളാണേ ഫുള്ളാണേ കുഞ്ഞച്ചൻ ഫുള്ളാണേ ഫുള്ളാണേ. തനിങ്ങ ഒന്നേ പറയട്ടെ. ഇതെന്നെ യൂണിഫോമിൽ ഒന്നിരിക്കുന്നോ? തന്നെ ഒന്ന് ഇരുത്തി. അതിന്ന് ആദ്യം ഞാനൊന്ന് എണീക്കട്ടെ. വാ. അപ്പൊ എനിക്കിടണ്ട. അവ കുഞ്ഞച്ചന്റെ ഇടല്ലേ? ഡിക്കേ, താൻ എനിക്കിട്ടൊന്ന് പണിഞ്ഞു. ഞാനോ? ഞാൻ സാറിട്ട് എന്നാ പണിയാനോ? ഒട്ടം കളിക്കല്ലേ. മേലാപ്പിലിരിക്കുന്ന സകല പുല്ലന്മാരുടെയും വായിക്കിടക്കുന്ന തെറി മുഴുവനും കേട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. താൻ ഒരുത്തം കാരണം. ഡിക്കേ, താൻ ആ കൊച്ചിനെ എവിടെ കൊണ്ട് താത്തി? ഏത് കൊച്ചിന്? ഇയാൾക്ക് തന്നെ പറ്റി? ഡിക്കേ, ആനിയുടെ കാര്യമാണ് ചോദിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകാൻ മേലാഞ്ഞിട്ടല്ല. തന്റെ വണ്ടി ഹൈ റേഞ്ച് റോഡിൽ കിഴക്കമ്മല കയറി ഇറങ്ങിയത് വെറുതെ അല്ലെന്നും എനിക്കറിയാം. താൻ എവിടെ വേണേലും കൊണ്ട് പാത്തു വെച്ചോ. പക്ഷേ വിത്തിൻ അവേഴ്സ് ഞാൻ അതിനെ പൊക്കിയിരിക്കും. ചതിയാ താൻ കാണിച്ചത്. വിശ്വസ്തനായ കൂട്ടുകാരൻ അങ്ങനെ കണ്ടതിന്റെ പേരില തല പോയാലും വെളിയിൽ മിണ്ടാൻ പാടില്ലാത്തൊരു ഡിപ്പാർട്ട്മെന്റ് രഹസ്യം തന്നോട് മാത്രമായിട്ട് പറഞ്ഞത്. സുപ്പീരിയേഴ്സിന് മുമ്പ് ഞാൻ നാറിയെങ്കിലും ആ പെണ്ണെന്റെ കൈക്ക് വരും. കിട്ടുമ്പോ ചവിട്ടി അതിന്റെ നാവി ഞാൻ കലക്കുകയും ചെയ്യും. താൻ പറിക്കും, പഴം പറിക്കും. തന്റെ ഡിപ്പാർട്ട്മെന്റ് രഹസ്യം ചോർത്തിയെടുത്തിട്ട് ഞാൻ ട്രഷറി ഹോൾഡ് ചെയ്തിട്ടൊന്നുമില്ല. ഒരു ക്രിമിനലിനെയും രക്ഷപ്പെടുത്തിയിട്ടില്ല. ഷീസ് എ ക്രിമിനൽ, ഒരു കൊലപാതക കേസിലെ പ്രൈം അക്യൂസ്ഡ് എന്ന് താൻ പറയും, തന്റെ ഡിപ്പാർട്ട്മെന്റ് പറയും. എന്നിട്ട് അതിനുള്ള തെളിവുകൾ നിരത്തും. സത്യം അതല്ലെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി ഒരു പാവത്തിന് ഫ്രെയിം ചെയ്യുകയും ചെയ്യും. ചെയ്ത് ശീലമുള്ളവരാ താനും തന്റെ വർഗവും. ഇത് പക്ഷേ ഡേവിഡ് സത്യം അറിഞ്ഞുപോയി. ഇനി കേരള പോലീസ് എന്ന ഗോലിയാത്തിനോട് ഈ ദാവീദാ യുദ്ധം ചെയ്യാൻ പോകുന്നേ. കവണെ കല്ലുവെച്ച് ഞാൻ നേറ്റിക്കടിക്കും.
ബെന്നി പോളിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത കത്തി, അതായത് ആന എവിടെ കൊണ്ടുവന്നു എന്ന് പറയുന്ന കത്തി. അതിൽ ബെന്നി പോളിന്റെ രക്തക്കറ കണ്ടുവന്ന് FIR എഴുതി ചേർത്ത ആ തന്തയില്ലാ കഴിവേറുടെ മോന്റെയും അവനെ കൊണ്ട് ആ മറ്റേ പണി ചെയ്യിച്ച ആ ഏമാന്റെയും, അവൻ ആരും ആയിക്കോട്ടെ, ചെന്ന് പറഞ്ഞേക്ക്. നിയമത്തിന്റെ കണ്ണാടിച്ചിലിലൂടെ സത്യം പുറത്തു വരുന്നത് വരെ അവൾ ഈ ഡേവിഡ് ജോണിന്റെ പ്രൊട്ടക്ഷനിലായിരിക്കും. ആ സംരക്ഷണ വലയം ഭേദിച്ച് അവളെ കൊണ്ടുപോവാൻ എന്റെ പൊന്നു രാജഗോപാല, അതുകൊണ്ടേ ഇയാളതേ ഇച്ചിരി കൂടെ മൂക്കണം.